സിപിഎമ്മിന്റെ ഇരുമ്പുമറകളെ തകർത്താണ് വിമതരായി രംഗത്തെത്തിയവർ ജയിച്ചു കയറിയത്. കണ്ണൂരിൽ നിന്ന് നേതൃത്വത്തെ വെല്ലുവിളിച്ചിറങ്ങിയ വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും അണികളുടെ പിൻബലത്തിൽ അട്ടിമറി നടത്തി. പിണറായി വാക്കുകൊണ്ട് അവഹേളിച്ച ജി സുധാകരനും ജനഹിതത്തിൽ മുന്നിലെത്തി. അതേസമയം ശക്തമായ ഇടതുവിരുദ്ധ തരംഗത്തിൽ പി കെ ശശിക്കും എ സുരേഷിനും തോൽവി നേരിടേണ്ടി വന്നു. നേതൃത്വത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശൈലിയിൽ പ്രതിഷേധിച്ച് പാർട്ടിയോട് കലഹിച്ച വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ഒടുവിൽ കണ്ണൂരിന്റെ ചുവന്ന മണ്ണിൽ നിവർന്നു നിന്നു. ആശയവും ആദർശവും നേതാക്കന്മാരുടെ മുഷ്കിനു മുന്നിൽ അടിയറ വെക്കാൻ മനസ്സില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് പിന്നിൽ അണികളും ഉറച്ചുനിന്നു. ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചത് ഈ ഒരു വിഷയത്തിൽ നേതൃത്വത്തിന്റെ തെറ്റായ നിലപാട് തിരുത്തിക്കാൻ ജനങ്ങൾ സന്നദ്ധമാകണമെന്നതാണ്. ആ നിലയിൽ ജനങ്ങൾ സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ പിൻഗാമിയാക്കിയതിലെ അണികളുടെ പ്രതിഷേധം ടി കെ ഗോവിന്ദന്റെ തളിപ്പറമ്പിലെ അട്ടിമറിക്ക് പിന്തുണയേകി. വ്യക്തി താൽപര്യവും കുടുംബ താൽപര്യവും അഴിമതിയും സംരക്ഷിക്കുന്നതിനു വേണ്ടി പാർട്ടിയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ സിപിഎമ്മിനകത്തുള്ള ആളുകളെല്ലാം എന്റെ കൂടെ ചേരുകയുണ്ടായി. എന്നോട് സിപിഎം നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ആരാണ് ടി കെ ഗോവിന്ദന്റെ കൂടെ ഉള്ളത്? ഇപ്പൊ മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞു അത് മെയ് 4 കഴിയട്ടെ. ഒരിക്കലും കൈവിടില്ലെന്ന് വിശ്വസിച്ച പയ്യന്നൂരും തളിപ്പറമ്പും അമ്പലപ്പുഴയും ഇടതുമുന്നണിയെ പടിക്കു പുറത്താക്കിയതോടെ നേതൃത്വത്തിന്റെ പോക്ക് നേർവഴിക്കില്ലെന്ന് അണികൾ ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിട്ടുകളാണെന്ന് കരുതി ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുകയും ചെറിയൊരു ഭാഗം ആളുകളെ മാത്രം ചുറ്റും നിർത്തി പ്രോത്സാഹിപ്പിക്കുകയും കുറെ പേരുടെ വകയാണ് ഭരണവും കുറെ പേരുടെ വകയാണ് സിപിഎമ്മും എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടിയാണ്. ആദർശവും മൂല്യവും ഉയർത്തിപ്പിടിച്ചവർ ജയിച്ചു കയറിയപ്പോൾ ഒറ്റപ്പാലത്തും മലമ്പുഴയിലും പാർട്ടി വിട്ട് സ്ഥാനാർത്ഥികളായവരെ ജനം കൈയൊഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. വഴിമാറി സഞ്ചരിച്ച സിപിഎം നേതൃത്വത്തെ തിരുത്താൻ അണികൾ മുന്നിട്ടിറങ്ങിയതിന്റെ സൂചനയാണ് അമ്പലപ്പുഴയിലും പയ്യന്നൂരും തളിപ്പറമ്പിലും കണ്ടത്. തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ സംഘടനയുണ്ടാകില്ലെന്ന മുന്നറിയിപ്പാണ് ജനഹിതം. തൻകാര്യവും സ്വാർത്ഥതയും മാത്രം കൈമുതലാക്കിയ നേതൃത്വം ജനഹിതം കണ്ടെങ്കിലും പഠിക്കട്ടെ എന്നാകും അരിവാളിനെ തഴഞ്ഞ അണികൾ നൽകിയ താക്കീത്. ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.